Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മക്രോണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇഡ്ഡലി തട്ടിൽ മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ മക്രോണി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇതാ വെല്ലുള്ളി, തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ചിക്കനും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതാ മക്രോണിയിലുള്ള വെള്ളമൊക്കെ നമുക്ക് ഊറ്റിയിട്ട് കളയാം. ഇനി ഇതാ നമുക്ക് ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ ഞാനിതാ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് 2 വറ്റൽമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വെല്ലുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം ഇതാ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ ക്യാരറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ക്യാപ്സിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.